ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ സുവിശേഷം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. എന്താ സുവിശേഷം? നല്ല വാർത്ത. പരിശുദ്ധാത്മാവ്, നമ്മൾ ഓർത്ത് നോക്കിയേ, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധ അമ്മയോട് ദൈവം പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നു. യേശു പരിശുദ്ധ അമ്മയിൽ ജനിച്ചു. ഇനി ഈ പരിശുദ്ധം ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? പരിശുദ്ധം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ ഓർക്കുക, പരിശുദ്ധ അമ്മ ഗർഭിണിയാണ്. ബൈബിളിലെ ഏറ്റവും ദുർഘടമായ, പുതിയ നിയമത്തിലെ ഏറ്റവും ദുർഘടമായ വഴിയാണ് പരിശുദ്ധാമ്മ നടന്ന വഴി. പരിശുദ്ധാമ്മ തിടുക്കത്തിൽ പോയെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധമ്മയുടെ മുമ്പിൽ മുഴുവനും പ്രതിസന്ധി, മോശം വഴി, ഗർഭിണിയാണ്. എന്നാൽ പരിശുദ്ധമ്മ എലിസബത്തിന് വീട്ടിൽ ചെന്നപ്പോൾ എലിസബത്തിന്റെ വീട്, എലിസബത്തിന്റെ വയറ്റിലെ കൊച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. അതാണ് ഇവാഞ്ചലൈസേഷൻ. അതാണ് ഇന്ന് സഭയിൽ നടക്കേണ്ടത്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പരിശുദ്ധ അമ്മയിൽ ഉണ്ടായത് എന്താ? പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വരാൻ കാരണം പരിശുദ്ധമ്മ വിശുദ്ധയായിരുന്നു. പരിശുദ്ധമ്മ അമലോത്ഭവയായിരുന്നു, പാപമില്ലാത്തവളായിരുന്നു. പരിശുദ്ധമ്മ എളിമയുള്ളവളായിരുന്നു. നമുക്ക് വേണ്ടത് എളിമയുടെ മനോഭാവം വേണം. ഇന്നെന്താ പ്രശ്നം എന്നറിയാവോ? എവിടെയെങ്കിലും 2 വചനം പഠിച്ച് ഏതെങ്കിലും ഒരു 2 പേരുള്ള സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ വലിയ ധ്യാന ഗുരുവാണെന്ന ചിന്തയാണ്. നമുക്ക് വേണ്ടത് എളിമയാണ്. ഇന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേജിലെങ്ങാനും കയറിയ പിന്നെ അവൻ്റെ ചിന്ത അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന ഗുരുവെന്നാ. ഏറ്റവും കൂടുതൽ അഭിഷേകമുള്ളവൻ ഏറ്റവും കൂടുതൽ എളിമയിലേക്ക് വരും. ഒരാളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ് അത്ഭുതങ്ങൾ നടക്കുന്നു എന്നതല്ല, ആ വ്യക്തിക്ക് എളിമയുണ്ട്, ആ വ്യക്തിക്ക് വിശുദ്ധിയുണ്ട് എന്നതാണ് പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലാതെ പരിശുദ്ധാത്മാവുണ്ട് എന്നതിൻ്റെ തെളിവ് വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്നതല്ല. ഈ ലോകത്ത് പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു വ്യക്തി എന്ന് പറഞ്ഞത് പരിശുദ്ധമ്മയാണ്. പരിശുദ്ധമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കിന്ന് എളിമ വേണം. നമുക്ക് എളിയ അരൂപിയിൽ ജീവിക്കാൻ പറ്റണം. നമുക്ക് ദാരിദ്ര്യത്തിൽ സന്തോഷിക്കാൻ പറ്റണം. എനിക്ക് ദാരിദ്ര്യത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒരു കാര്യം അധികാരികൾ പറയുമ്പോൾ എളിമയോടെ അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് പരിശുദ്ധാത്മാവുള്ളതിന്റെ തെളിവ്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലാതെ എനിക്ക് വെളിപ്പെടുത്തൽ കിട്ടുന്നു, ശരിയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നൊരു തെളിവാണ് ക്യാരിസം, രോഗശാന്തി വരം, വചനപ്രഘോഷണ വരം, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ വരം. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാ. പക്ഷെ ആദ്യം വേണ്ടത് ഫലങ്ങളാണ്. ആദ്യം വേണ്ടത് വരങ്ങൾ എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മ വരങ്ങൾ എന്തിനു വേണ്ടിയാ? സഭ പഠിപ്പിക്കും, പരിശുദ്ധാത്മ വരങ്ങൾ ടു ബിൽഡ് ദ ചർച്ച്, സഭയെ പടുത്തുയർത്താനാ. എന്നാൽ എന്തിനാ പരിശുദ്ധാത്മന്റെ ഫലങ്ങൾ എനിക്കും എൻ്റെ നിത്യരക്ഷയ്ക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എളിമയിലേക്ക് വരണം, വിശുദ്ധിയിലേക്ക് വരണം. അപ്പോഴേ നമ്മൾ ഇവാഞ്ചലൈസേഷൻ പൂർണ്ണമാകൂ. എന്താണ് മിഷൻ? നമുക്കറിയാം. സിസ്റ്റേഴ്സ് നമ്മളോട് പറയും, അല്ലേ, ഞങ്ങൾ മിഷനിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛന്മാർ പറയും, ഞങ്ങൾ ആഫ്രിക്കൻ മിഷനിലാണ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മിഷനിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? മിഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സിസ്റ്റേഴ്സ് പറയുകയാണ്, ഞങ്ങൾ അവിടെ നോർത്ത് ഈസ്റ്റിൽ, അവിടെ UP മധ്യപ്രദേശിൽ ഒരു വില്ലേജിൽ ഒരു കുടിലിൽ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങൾ മിഷനിലാണ്. അർത്ഥം എന്താ? മിഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രഗിളുണ്ട്, അവിടെ ഒരു പ്രതിസന്ധിയുണ്ട്, അവിടെ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യമുണ്ട്. ദാറ്റ് ഈസ് യുവർ മിഷൻ. അതാണ് നിങ്ങളുടെ മിഷൻ. ഒരു പക്ഷേ ഞാൻ വചനം കേട്ടു, എൻ്റെ ഭർത്താവ് വിശ്വാസമില്ലാത്തൊരു ഭർത്താവ്, ഞാനും എൻ്റെ ഭർത്താവും യേശുവിൽ വിശ്വസിച്ചു, ഞങ്ങളെ അനുസരിക്കാത്തൊരു മക്കൾ. അതാണ് മിഷൻ. നിന്റെ മിഷൻ എന്ന് വെച്ചാൽ there is a struggle.
അവിടെ ഒരു പ്രതികൂല സാഹചര്യമുണ്ട്. ഈ പ്രതികൂല സാഹചര്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രതികൂല, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ജോലിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരു മിഷനുണ്ട്. ആ മിഷൻ എന്താണ്? നിങ്ങൾ ആ മിഷനിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ സുവിശേഷം കൊടുക്കുക, നല്ല വാർത്ത കൊടുക്കുക. ഹല്ലേലൂയ. വലത് കരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു മിഷൻ നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഇത് 24-ാമത്തെ വർഷമാണ് ഡിവൈൻ കൂട്ടായ്മയുടെ 24-ാമത്തെ വർഷത്തിലാണ് നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അടുത്ത വർഷം ജൂബിലി വർഷമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ തിരിച്ചറിയണം വാട്ട് ഈസ് യുവർ മിഷൻ. എന്താണ് നിങ്ങൾക്കുള്ള മിഷൻ? യേശുവിനെ സ്വീകരിച്ച, യേശുവിനെ സ്വന്തമാക്കിയ നിങ്ങൾക്കുള്ള മിഷൻ എന്താണ്? നീ എന്ന ഒരു കുടുംബനാഥയ്ക്ക് എന്ത് മിഷനുണ്ട്? നീ എന്ന കുടുംബനാഥന് നിനക്ക് എന്ത് മിഷനുണ്ട്? എന്ത് മിഷന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്? ചിലപ്പോൾ മദ്യപിക്കുന്നൊരു ഭർത്താവ് ആയിരിക്കാം നിങ്ങളുടെ മുമ്പിലെ പ്രതികൂല സാഹചര്യം. അവിടെ നിങ്ങൾക്കൊരു മിഷനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.